നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യയോട് തോറ്റിരിക്കുകയാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ സാധിക്കുന്ന മത്സരത്തിൽ ഇന്ത്യയോട് 44 റൺസിനാണ് ന്യൂസിലൻഡ് തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ 249 റൺസിലേക്ക് ഒതുക്കാൻ ന്യൂസിലൻഡ് ബോളർമാർക്ക് സാധിച്ചിരുന്നു. എന്നാൽ മറുപടിക്കിറങ്ങിയ ന്യൂസിലൻഡ് 45.3 ഓവറിൽ 205 റൺസിൽ കൂടാരം കയറുകയായിരുന്നു. അനായാസം കിവീസ് ജയിക്കേണ്ട കളി ഇന്ത്യൻ ബോളർമാരുടെ മികവിൽ പിടിച്ചെടുക്കുകയായിരുന്നു. വരുൺ ചക്രവർത്തിയുടെ സ്പിൻ മികവാണ് എടുത്തു പറയേണ്ടത്. 5 വിക്കറ്റുകളുമായി ന്യൂസിലൻഡിന്റെ അന്തകനായത് വരുണാണ്. ദുബായ് പിച്ചിലെ വരുണിന്റെ മികവ് കൃത്യമായി മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയായിരുന്നു. ഇതോടെ ന്യൂസിലൻഡിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിര കറങ്ങി വീഴുകയായിരുന്നു. ഇന്ത്യയുടെ സ്പിന്നർമാർ ചേർന്ന് 9 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. കിവീസിനെ തോൽപ്പിച്ചതോടെ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. ഗ്രൂപ്പിൽ തോൽവി അറിയാത്ത ഇന്ത്യ വലിയ ആവേശത്തോടെയാണ് ചാമ്പ്യൻസ് ട്രോഫി സെമിക്ക് തയ്യാറെടുക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യ ന്യൂസിലാൻഡിനോട് നേടിയ ജയത്തിൽ അധികം സന്തോഷിക്കേണ്ട എന്നും കിവീസിന്റെ തോൽവി ചതിയാണെന്നുമാണ് ആരോപിച്ചിരിക്കുന്നത് ഒരു വിഭാഗം ആരാധകർ. സെമിയിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരിക ഓസ്ട്രേലിയയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ന്യൂസിലൻഡിന്റെ എതിരാളി. സെമിയിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ ലഭിക്കാൻ ന്യൂസിലൻഡ് മനഃപൂർവ്വം തോറ്റതാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ജയിക്കാൻ താല്പര്യമുള്ള ബാറ്റിംഗ് പ്രകടനമല്ല കിവീസ് നടത്തിയത് എന്നാണ് തെളിവുകളടക്കം ചിലർ പുറത്തു കാണിക്കുന്നത്. ന്യൂസിലൻഡ് മുൻ നായകനും അതുപോലെ തന്നെ സൂപ്പർ താരവുമായ കെയ്ൻ വില്യംസൺ പുറത്തായതാണ് ഇവർ ഉയർത്തി കാട്ടുന്നത്. വില്യംസൺ സെഞ്ചുറി എടുത്ത് ക്രീസിൽ തുടരുകയായിരുന്നു. ഈ സമയത്താണ് അക്ഷർ പട്ടേലിന്റെ പന്തിൽ ക്രീസിൽ നിന്ന് കയറി കളിച്ച് സ്റ്റെമ്പിങ്ങിലൂടെ പുറത്താകുന്നത്. പന്ത് ബാറ്റിൽ കണക്ട് ആകാതെ ഇരുന്നതോടെ തിരിഞ്ഞു പോലും നോക്കാതെയാണ് വില്യംസൺ മടങ്ങിയത്. വില്യംസനെ പോലൊരു സീനിയർ താരം ഇത്രയും നിർണായക സമയത്ത് ഇത്തരമൊരു മണ്ടത്തരം കാട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് കാരണം കിവീസിന് ജയിക്കാനുള്ള താല്പര്യക്കുറവാണെന്നാണ് ആരാധകരും ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ ടീമുകൾക്കും സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടാൻ ഭയമാണ്. ഓസ്ട്രേലിയ കരുത്തരുടെ നിരയാണെന്ന് മാത്രമല്ല വലിയ മത്സരങ്ങൾ ജയിക്കാൻ പ്രത്യേക കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടാൻ എല്ലാവരും ഭയപ്പെടും. ഇന്ത്യയോട് കിവീസ് തോറ്റതോടെ സെമിയിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികളാകുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയയും നേരിടും. ഇന്ത്യയും ഓസീസും സെമിയിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വമ്പന്മാരെ ഫൈനലിൽ എത്തുകയുള്ളൂ. ഓസ്ട്രേലിയയുടെ വെല്ലുവിളി മറികടക്കുക ന്യൂസിലൻഡിന് പ്രയാസം എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. നിലവിൽ ഓസീസ് പേസ് നിര അല്പം ദുർബലമാണ്. എന്നാൽ ബാറ്റിംഗ് കരുത്തിലൂടെയും മികച്ച ക്യാപ്റ്റൻസിയിലൂടെയും സ്റ്റീവ് സ്മിത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല അതുവരെ കണ്ട ഒരു ഓസ്ട്രേലിയ ആയിരിക്കില്ല സെമിയിൽ അല്ലെങ്കിൽ ഫൈനലിൽ കാണുമ്പോൾ. അവർ കൂടുതൽ കരുത്തരാകുന്നത് നമ്മൾ പോയകാല ചരിത്രം തന്നെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ പ്രത്യേക മികവ് കാണിക്കാൻ ഓസ്ട്രേലിയക്ക് അസാധ്യ കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിരയ്ക്ക് എത്രത്തോളം ഓസ്ട്രേലിയയുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇന്ത്യ അത്ര ചെറിയ ടീമല്ല. ഏത് വമ്പന്മാരെയും കീഴടക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കാല ചരിത്രം നോക്കുമ്പോൾ ഓസ്ട്രേലിയയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഓസ്ട്രേലിയയുടെ ഭീഷണിയിൽ നിന്ന് തൽക്കാലം തടിയുരാൻ ന്യൂസിലൻഡിന് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ 3 മത്സരവും ജയിച്ച ഇന്ത്യക്ക് സെമിയിൽ ഓസീസ് കടമ്പ മറികടക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയിൽ തോൽപ്പിച്ച ലോകകപ്പ് കിരീടം നേടിയ ഓസീസിനോട് പകരം വീട്ടാൻ ഉറച്ചാകും രോഹിത് ശർമ്മയും സംഘവും ഇറങ്ങാൻ പോവുക. എന്നാൽ കങ്കാരുകൾ അവസാന നിമിഷം വരെ തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ നിരയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയും. ഇതുവരെ എടുത്ത പ്രകടന മികവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഉയർത്താൻ സാധിക്കുകയുള്ളൂ.